നമസ്കാരം. ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്ക എന്നും ശാസ്ത്രലോകത്തിന് ഒരു അത്ഭുതമായിരുന്നു. മൈലുകളോളം കനത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മഞ്ഞുപാളികൾക്ക് താഴെ എന്താണെന്നത് ദശകങ്ങളോളം വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അന്റാർട്ടിക്കയുടെ മഞ്ഞുപാളികൾക്ക് താഴെയുള്ള യഥാർത്ഥ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ഇപ്പോൾ ഗവേഷകർക്ക് ലഭിച്ചിരിക്കുകയാണ്. BBC റിപ്പോർട്ട് ചെയ്ത പുതിയ ഭൂപടം അന്റാർട്ടിക്കയുടെ നിഗൂഢമായ ഉൾപ്രദേശങ്ങളെ മുമ്പത്തേക്കാളും കൃത്യതയോടെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. ഈ പുതിയ കണ്ടെത്തൽ ഭൂഖണ്ഡത്തിന്റെ ഭാവി പഠിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനും നിർണായകമാകും. ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും മഞ്ഞുപാളികളുടെ ചലനങ്ങളും സൂക്ഷ്മമായി വിശകലനം ചെയ്താണ് ശാസ്ത്രജ്ഞർ ഈ പുതിയ ഭൂപടം തയ്യാറാക്കിയത്. മുമ്പ് അജ്ഞാതമായിരുന്ന ആയിരക്കണക്കിന് കുന്നുകളും പർവ്വതനിരകളും താഴ്വരകളും ഈ മാപ്പിലൂടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. പഴയ ഭൂപടങ്ങളിൽ വെറും നിരപ്പായ പ്രദേശങ്ങളായി കരുതിയിരുന്ന പല ഇടങ്ങളിലും യഥാർത്ഥത്തിൽ സങ്കീർണമായ ഭൂപ്രകൃതിയാണ് ഉള്ളതെന്ന് ഈ പഠനം വെളിപ്പെടുത്തുന്നു. 3 മൈലോളം കനമുള്ള മഞ്ഞുപാളികൾക്ക് താഴെ ഒളിഞ്ഞിരിക്കുന്ന ഈ മലനിരകൾ കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഗ്രെനോബിൾ ആൽപ്സ് സർവകലാശാലയിലെ ഗവേഷകയായ ഡോക്ടർ ഹെലൻ ഒക്നണ്ടിന്റെ അഭിപ്രായത്തിൽ മങ്ങിയ ഒരു ചിത്രത്തിൽ നിന്നും വ്യക്തമായ ഡിജിറ്റൽ ചിത്രത്തിലേക്കുള്ള മാറ്റം പോലെയാണ് ഈ പുതിയ ഭൂപടം ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നത്. പഴയ കാലങ്ങളിൽ വിമാനങ്ങളോ ഭൂമിയിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്ന റഡാറുകളോ ഉപയോഗിച്ചായിരുന്നു മഞ്ഞിനടിയിലെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നത്. എന്നാൽ ഇത്തരം പരിശോധനകൾ വിമാനങ്ങൾ സഞ്ചരിക്കുന്ന നിശ്ചിത പാതകളിൽ മാത്രമായി ഒതുങ്ങിയിരുന്നു. ഇത് അന്റാർട്ടിക്കയുടെ വലിയൊരു ഭാഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അപൂർണമായി തുടരുവാൻ കാരണമായി. എഡിൻബറോ സർവകലാശാലയിലെ പ്രൊഫസർ റോബർട്ട് ബിങ്ഹാമിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, മുൻകാലങ്ങളിൽ ലഭ്യമായിരുന്ന വിവരങ്ങൾ സ്കോട്ടിഷ് മലനിരകളെയോ യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകളെയോ മഞ്ഞുകൊണ്ട് മൂടിയ ശേഷം ഇടയ്ക്കിടെയുള്ള വിമാനയാത്രകളിലൂടെ മാത്രം നിരീക്ഷിക്കുന്നത് പോലെയായിരുന്നു. അത്തരം നിരീക്ഷണങ്ങളിലൂടെ പർവ്വത ശിഖരങ്ങളുടെയോ ആഴമേറിയ താഴ്വരകളുടെയോ വ്യക്തമായ ചിത്രം ലഭിക്കുമായിരുന്നില്ല. എന്നാൽ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ മുഴുവൻ ഭൂഖണ്ഡത്തെയും ഒരേ സമയം നിരീക്ഷിക്കുവാൻ സാധിക്കുന്നത് ആവേശകരമായ നേട്ടമാണ്. ഈ ഭൂപടം പൂർണ്ണമായും കൃത്യമാണെന്ന് അവകാശപ്പെടാൻ നിലവിൽ കഴിയില്ല എങ്കിലും കാലാവസ്ഥാ വ്യതിയാനം അന്റാർട്ടിക്കയെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് പ്രവചിക്കുവാൻ ഇത് ശാസ്ത്രജ്ഞരെ സഹായിക്കും. മഞ്ഞുപാളികൾക്ക് താഴെയുള്ള ഭൂപ്രകൃതി അറിഞ്ഞാൽ മാത്രമേ മഞ്ഞുരുകുന്നതിൻ്റെ വേഗതയും അത് സമുദ്രനിരപ്പിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും കൃത്യമായി കണക്കാക്കുവാൻ സാധിക്കുകയുള്ളൂ. ആഗോള സമുദ്രനിരപ്പ് ഉയരുന്നത് തടയുവാനും പരിസ്ഥിതി ആഘാതങ്ങൾ കുറയ്ക്കാനുമുള്ള പഠനങ്ങളിൽ ഈ പുതിയ ഭൂപടം ഒരു നാഴികക്കല്ലായി മാറും. ചുരുക്കത്തിൽ മനുഷ്യനേത്രങ്ങൾക്ക് അദൃശ്യമായിരുന്ന ഒരു ലോകത്തെ ശാസ്ത്രം അതിൻ്റെ പൂർണ്ണതയിൽ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.